കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ അധ്യായങ്ങളിൽ സുറിയാനി ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പാരമ്പര്യം സംരക്ഷിച്ച് അതിനെ ഗവേഷണ ലോകത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ആൾത്വരനായിരുന്നു ഗുനമാക്കൽ തോമാ കത്തനാർ. സീറോ മലബാർ കത്തോലിക്ക പുരോഹിതൻ, സുറിയാനി പണ്ഡിതൻ, സഭാ ചരിത്രകാരൻ, അധ്യാപകൻ എന്നീ നിലകളിൽ അതുല്യ സംഭാവനകളാണ് ഗുനമാക്കൽ തോമാ കത്തനാർ നൽകിയിരിക്കുന്നത്. കർശോനി മലയാളം എന്ന അപൂർവ ഭാഷാരൂപത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് അദ്ദേഹം തൻ്റെ ഗവേഷണയാത്ര ആരംഭിച്ചത്. മലയാളം സുറിയാനി ലിപിയിൽ എഴുതപ്പെട്ടിരുന്ന ആ പ്രാചീന രൂപത്തിൻ്റെ ഏറ്റവും സമഗ്രമായ പരിചയം അച്ഛൻ്റെ കൃതികളിലൂടെയാണ് ലോകം അറിഞ്ഞത്. സുറിയാനി സാഹിത്യത്തിൻ്റെ അനന്തലോകം തേടിയൊരു ഗവേഷകൻ, കർശോനി മലയാളത്തിൻ്റെ രഹസ്യങ്ങൾ തുറന്നുകാട്ടിയ ഭാഷാപ്രേമി, അധ്യാപകനായും എഴുത്തുകാരനായും ദൈവസേവകനായും ജീവിതം സമർപ്പിച്ച ആത്മീയ പാഥികൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ കഥ. വിശ്വാസത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ, ഗവേഷണത്തിൻ്റെ കഥ. ആയിരത്തി 1955 നവംബർ 15 രാമപുരം ഇടവകയിലെ കൂനമാക്കൽ കുടുംബത്തിൽ കുര്യൻ ത്രേസ്യ ദമ്പതികളുടെ 4 മക്കളിൽ രണ്ടാമത്തെ മകനായി തോമാ കത്തനാർ ജനിച്ചു. പ്രൈമറി വിദ്യാഭ്യാസം രാമപുരം SHLP സ്കൂളിലും മിഡിൽ സ്കൂളും ഹൈസ്കൂളും രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിലുമാണ് പൂർത്തിയാക്കിയത്. 1972 SSLC പാസ്സായതോടെ ബാല്യകാലം മുതൽ ഹൃദയത്തിൽ വളർന്ന വൈദികനാകണമെന്ന ആഗ്രഹത്തെ പിന്തുടർന്ന് അതേ വർഷം പാലാ ഗുഡ് ഷെപ്പേർഡ് മൈനർ സെമിനാരിയിൽ ചേർന്നു. 1975 മുതൽ 78 വരെ ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ പഠിച്ച് ഫിലോസഫിയിൽ BPH ബിരുദവും 1978 മുതൽ 81 വരെ മംഗലപ്പുഴ സെന്റ് ജോസഫ് സെമിനാരിയിൽ നിന്നും BD ബിരുദവും നേടി. ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പു എന്ന സഭാപിതാവായ മാർ അപ്രേമിൻ്റെ വചനത്തിൻ്റെ സാക്ഷ്യമായി 1981 ഡിസംബർ 30 പാലാ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ വൈദിക പട്ടം സ്വീകരിച്ചു. പ്രഥമ ദിവ്യബലി അർപ്പിച്ചതിനു ശേഷം ദൈവത്തിനും ദൈവജനത്തിനുമായി കുടുംബത്തെ ഉപേക്ഷിച്ച് 1982 ജനുവരിയിൽ ഭരണങ്ങാനം ഇടവകയിലേക്ക് അസിസ്റ്റന്റ് വികാരിയായി നിയമിതനായി. 1 വർഷത്തെ ഇടവക ശുശ്രൂഷയ്ക്ക് ശേഷം 1983 പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ റോമിൽ ഉപരിപഠനത്തിന് അനുമതി നൽകി. അതിനുശേഷം പ്ലാസിഡ് പൊടിപാറച്ചൻ്റെ ശിഷ്യനായി 1 മാസം സഭാപരമായ കാര്യങ്ങൾ അഭ്യസിച്ച ശേഷം 1983 സെപ്റ്റംബർ 7 റോമിലേക്ക് പുറപ്പെട്ടു. 1983-85 കാലഘട്ടത്തിൽ സഭാപിതാക്കന്മാരെ പറ്റിയുള്ള ഡിപ്ലോമ പഠനവും 1984-86 കാലത്ത് ലത്തീൻ ഭാഷയിൽ ഡിപ്ലോമയും പൂർത്തിയാക്കി. തുടർന്ന് 1986 ഒക്ടോബർ 6 ലോകപ്രശസ്തമായ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ പഠനം ആരംഭിച്ചു. സുറിയാനി ഭാഷാ പണ്ഡിതനായ ഡോക്ടർ സെബാസ്റ്റ്യൻ റോക്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ശിഷ്യനാകാൻ ലഭിച്ച അവസരം അച്ഛൻ്റെ ജീവിതത്തിലെ പ്രധാന ദൈവാനുഗ്രഹമായി. ഗുനമാക്കലച്ഛന് സുറിയാനി ഭാഷയോടും സുറിയാനി സംസ്കാരത്തോടും ഒക്കെ വളരെ ഏറെ ആഴമായ താല്പര്യമുള്ളയാളാണ്. അദ്ദേഹം സെബാസ്റ്റ്യൻ റോക്കിൻ്റെ സ്റ്റുഡൻ്റാണ്. അവരൊന്നിച്ച് സുറിയാനി സിമ്പോസിയത്തിലും എല്ലാം പങ്കെടുക്കുന്നത്, പേപ്പറുകൾ അവതരിപ്പിക്കുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളതാണ്. അച്ഛനെ ഭാഷ നന്നായിട്ടറിയാം. അച്ഛനെ ആരംഭം മുതലേ സെമിനാരിൽ പഠിച്ചിരുന്നത്, ഞങ്ങൾ സെയിം ബാച്ചാണ്. പഠിച്ചിരുന്ന കാലം മുതലേ അച്ഛനെ ഈ മൊണാസ്റ്റിക് ലൈഫിനോടും മൂലഭാഷകളോടും ഒക്കെ അച്ഛന് ലത്തീനും നന്നായിട്ടറിയാം. അങ്ങനെയുള്ള അച്ഛന് കൂടുതൽ അവസരവും അതിന് കിട്ടി. അച്ഛൻ പഠിച്ചത് പെട്രോളജിയാണ്. ഒന്നുകൂടെ ഈ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് സിറിയൻ പെട്രോളജിയിലേക്ക് വരാനുള്ള നല്ല അവസരമുണ്ടായി. അദ്ദേഹം പ്രസിദ്ധനായ പണ്ഡിതൻ റോബർട്ട് മറയുടെ ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് തീസിസ് ചെയ്തത്. മറപ്രേമിൻ്റെ ഹിംസിനെ കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു. അപ്പോൾ ആ മേഖലയുമായിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് ഒത്തുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ട് അദ്ദേഹം വടവാതൂർ ഫാക്കൽറ്റിയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പഠിപ്പിക്കുമ്പോഴും ഈ മൂലഭാഷയുടെ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ വാക്കുകളുടെ അനാലിസിസ് ഒക്കെ നടത്തി അങ്ങനെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് കെൽപ്പുള്ളവരുമാണ്.
അതിൻ്റെയൊക്കെ ഒരു കൾമിനേഷനായിട്ടാണ് അദ്ദേഹം ഒരു ദേറ പോലെ ആരംഭിച്ചത്. അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശരിയിൽ നിന്ന് ഏതാനും ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളതിൻ്റെ കല്ലിട്ടപ്പോഴും ആരംഭം തുടങ്ങിയപ്പോഴും ഒക്കെ കുറേയധികം ആളുകളുടെ സാധാരണക്കാരുടെ പ്രസൻസും ഉണ്ടായിരുന്നു. അച്ഛൻ അതുകൊണ്ട് നന്നായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറു മലബാർ സഭയിൽ സുറിയാനി സംസാരിക്കുന്ന രീതിയിൽ ആളുകൾ ഉണ്ടാകണമെന്നും ഗ്രാമപ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനയും സുറിയാനി ഭാഷയിൽ അർപ്പിച്ച് അതിൽ പങ്കെടുക്കുന്ന ഒരു തലമുറയെ രൂപീകരിക്കണം. അതാണ് അച്ഛൻ്റെ ആത്മീയമായ ലക്ഷ്യം. പിന്നെ അവിടെ നിന്നാണ് കൂനമാക്കൽ തോമക്കത്തനാർ സുറിയാനി ഭാഷയും മലയാള പാരമ്പര്യവും ആഗോള ഗവേഷണ ലോകത്തിൽ ഉയർത്തിപ്പിടിച്ചത്. 1987-88 വർഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സിറിയക് മാസ്റ്റർ ഓഫ് സ്റ്റഡീസ് എന്ന വിഷയത്തിൽ പഠനം പൂർത്തിയാക്കിയ ആദ്യ വിദ്യാർത്ഥിയായി മാറി കൂനമാക്കൽ തോമക്കത്തനാർ. 1988 മുതൽ 91 വരെ സുറിയാനി സാഹിത്യത്തിൽ പഠനം നടത്തുകയും ഡോക്ടർ ഓഫ് ഫിലോസഫി ഇൻ സിറിയക് ലിറ്ററേച്ചർ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റും നേടി. 1991 പാലാ രൂപതയിൽ മടങ്ങിയെത്തിയ ശേഷം വടവാതൂർ സെമിനാരിയിൽ പ്രൊഫസറായും നിയമിതനായി. തുടർന്ന് 2011 വരെ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു. അതോടൊപ്പം 1991 ഒക്ടോബർ മുതൽ കോട്ടയത്തെ സെന്റ് എഫ്രൈം എക്യുമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിറിയക് MA വിദ്യാർത്ഥികളുടെ പ്രൊഫസറായും 2005 മുതൽ ഡീൻ ഓഫ് സ്റ്റഡീസായും സേവനമനുഷ്ഠിച്ചു. 1999 മാർച്ച് 20 കുറവിലങ്ങാടിനടുത്ത് കാപ്പുന്തലിയിൽ ബെയ്സ് അഫ്രൈം നസ്രാണി ദേറ സ്ഥാപിച്ചു. ഉദയംപേരൂർ സൂനഖദോസിന്റെ 400-ാം വാർഷികം, പാറേമാക്കൽ തോമാക്കത്തനാരുടെ 200-ാം ചരമവാർഷികം, പ്ലാസിഡ് അച്ഛന്റെ 100-ാം ജന്മവാർഷികം എന്നിവയുടെ ഭാഗമായിട്ടായിരുന്നു ഈ സ്ഥാപനം. പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പാല, മാർത്തോമ വിദ്യാനികേതൻ ചങ്ങനാശ്ശേരി, MOC മാങ്ങാനം, ബെനഡിക്റ്റിയൻ ആശ്രമം കപ്പാട്, ലിറ്ററേച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചമ്പക്കുളം തുടങ്ങിയ നിരവധി കേന്ദ്രങ്ങളിൽ അധ്യാപകനായും സേവനം അനുഷ്ഠിച്ചു. ചൂണ്ടച്ചേരി, ലാലം പഴയപള്ളി, മുണ്ടുപാലം, വേഴങ്ങാനം, മലപ്പുറം, ആയാങ്കുടി, അൽഫോൻസാപുരം, പിഴക്, പൈങ്ങളം തുടങ്ങിയ ഇടവകളിലും ശുശ്രൂഷ ചെയ്തു. അദ്ദേഹം ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ലണ്ടൻ, സ്റ്റോക്ക്ഹോം, ഹാലെ, ഗ്രനാഡ, ഉപ്സല തുടങ്ങിയ സർവകലാശാലകളിലും ദമാസ്കസ്, ബാഗ്ദാദ്, ജർമ്മനി, എത്യോപ്യയിലെ ആഡിസ് അബാബ, ഉജ്ജയിൻ തുടങ്ങിയ കേന്ദ്രങ്ങളിലും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അധ്യാപനം നടത്തുകയും ചെയ്തു. രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയുടെ അഭിമാന പുത്രനായി ബഹുമാനപ്പെട്ട കൂനമാക്കൽ തോമാക്കത്തനാര് ഒരിക്കൽ കൂടി ഉയരുകയാണ്. അദ്ദേഹത്തിൻ്റെ പലവിധത്തിലുള്ള സമഗ്ര സംഭാവനകളെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേരള സുറിയാനി ഭാഷാ പഠനത്തിനും പൈതൃക ഗവേഷണത്തിനുമായി സ്ഥാപിതമായ സെന്റ് ഇഫ്രൈംസ് എക്യുമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CD എന്ന് വിളിക്കുന്ന സ്ഥാപനം കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ കൂടി ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ വലിയ മൽപ്പാൻ എന്നൊരു സ്ഥാനം ബഹുമാനപ്പെട്ട അച്ഛന് നൽകിയിരിക്കുകയാണ്. അച്ഛൻ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്തിന് അർഹനാണ്. കാരണം അദ്ദേഹം ഈ നാട്ടിൽ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി. അദ്ദേഹം പറഞ്ഞാൽ രാമപുരത്ത് കൂനമാക്കൽ കുടുംബത്തിൽ ജനിച്ച് 4-ാം ക്ലാസ് വരെ രാമപുരം SHLP സ്കൂളിൽ പഠിച്ച് അതിനുശേഷം രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചതിന് ശേഷം രൂപതാ സെമിനാരിയിൽ ചേർന്ന് പഠനം നടത്തി വൈദികനായി. ആലുവ കുന്തിപ്പിക്കൽ സെമിനാരിയിൽ പഠിച്ചാണ് അദ്ദേഹം വൈദികനായത്. അതിനുശേഷം അദ്ദേഹത്തെ റോമിൽ പഠിക്കാനായിട്ട് വിട്ടു. ഇങ്ങനെ രാമപുരത്തിന് ഒരാൾ കൂടി അവർ രാമപുരത്തിന്റെ പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തോമസ് കൂനമാക്കൽ കത്തനാർ. മൽപ്പാൻ അച്ഛൻ എന്ന് ഇനി അദ്ദേഹത്തെ എല്ലാവരും വിളിക്കും. അച്ഛൻ്റെ ജന്മത്തിന്റെ 70-ാം വർഷം അല്ലെങ്കിൽ സപ്തതിയാണ് ഈ നവംബർ മാസം 15-ാം തീയതി. ആ സപ്തതി കൂടി കണക്കിലെടുത്തുകൊണ്ട് അച്ഛന് ലഭിച്ച ഈ മൽപ്പാൻ സ്ഥാനത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ഒരു ആദരവ് രാമപുരം ഇടവകക്കാരും രാമപുരം മാർ അഗസ്റ്റിൻസ് കോളേജും അതുപോലെ തന്നെ രാമപുരത്തെ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളും രാമപുരത്തെ SHLP സ്കൂളും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന്
അദ്ദേഹത്തെ ഈ വെള്ളിയാഴ്ച 14-ാം തീയതി, നവംബർ 14-ാം തീയതി വെള്ളിയാഴ്ച സ്വീകരിക്കുകയാണ്, ആദരിക്കുകയാണ്. എല്ലാവരെയും ആ ഒരു ചടങ്ങിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കരിയാറ്റിൽ ജോസഫ് മൽപ്പാനും പാറേമാക്കൽ തോമാ കത്തനാരും നടത്തിയ ഐതിഹാസികമായ റോമ ലിസ്ബൻ യാത്രയും അതിൻ്റെ വിവരണമായ വർത്തമാന പുസ്തകവും വർത്തമാന പുസ്തകത്തിൻ്റെ ദൈവശാസ്ത്രപരമായ വശങ്ങളും കൂനമാക്കൽ തോമാ കത്തനാർ ആഴത്തിൽ പഠനവിധേയമാക്കി. ഒപ്പം വർത്തമാന പുസ്തകത്തിൻ്റെ കർശോൻ കയ്യെഴുത്തുപ്രതി കണ്ടെത്താനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുകയുണ്ടായി. വൈദിക ലോകത്ത് പണ്ടേ തന്നെ വലിയ മൽപ്പാൻ എന്ന ബഹുമതിയോടെ അറിയപ്പെട്ടിരുന്ന കൂനമാക്കൽ തോമാ കത്തനാരെ 2025 സെപ്റ്റംബർ 18 പാത്രിയാർക്കീസ് ഇഗ്നാത്തിയോസ് ജോസഫ് മൂന്നാമൻ യൗനാൻ ബാബ ഔദ്യോഗികമായി ഭാരതത്തിന്റെ വലിയ മൽപ്പാനായി പ്രഖ്യാപിച്ചു. സുറിയാനി പാരമ്പര്യത്തിന്റെ വെളിച്ചം ഭാരതത്തിന്റെ ഭൂപടത്തിൽ പുതുജ്വാലയായി തെളിയിച്ച കൂനമാക്കൽ തോമാ കത്തനാർ ഒരു വ്യക്തിയല്ല, ഒരു സാംസ്കാരിക പ്രതിഭാസമാണ്. ആത്മീയതയിലും പണ്ഡിതനിഷ്ഠയിലും ഗവേഷണത്തിൽ ആഴമേറിയ ദർശനവും സഭാപരമായ നിലപാടുകളിൽ ഉറച്ച വിശ്വാസവും അദ്ദേഹത്തെ കാലാതീതനായ മൽപ്പാന്മാരുടെ മൽപ്പാനാക്കി. നമ്മളെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: വിശ്വാസം അറിവിലൂടെ വളരട്ടെ, അറിവ് വിനയത്തിലൂടെ പൂവിടട്ടെ. നവംബർ 15 സപ്തതി ആഘോഷിക്കുന്ന രാമപുരം ഇടവകയുടെ അഭിമാനമായ ആഗോള സഭയുടെ പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന കൂനമാക്കൽ തോമാ കത്തനാർക്ക് ജന്മദിനാശംസകളും ആദരപൂർവമായ പ്രാർത്ഥനകളും.